റൺസിനൊപ്പമുള്ള വലതുവശത്തെ അക്കങ്ങൾ മാറി മാറി വന്നു. ആദ്യമത് 28-ന് 1 പിന്നീട് 45-ന് 2, 68-ന് 3, 71-ന് 4 ശേഷം 159-ന് 5 178-ന് 6 കൂപ്പുകുത്തി. പക്ഷേ ഇൻഡോറിലെ ഗാലറിയിലേക്ക് നീണ്ട ക്യാമറയിൽ പതിഞ്ഞ കണ്ണുകളിലെല്ലാം പ്രതീക്ഷയുടെ നേർത്തവട്ടം കാണാനുണ്ടായിരുന്നു. അതിന് കാരണം ഒന്നേയുള്ളൂ, ക്രീസിൻ്റെ ഒരറ്റത്ത് വിരാട് കോഹ്ലിയുണ്ട്. അതൊരു വിശ്വാസമാണ്, ഒരു വെറ്ററിൻ്റെ കരളുറപ്പിൽ ഒരു ജനതക്കുള്ള വിശ്വാസം. കോഹ്ലി എന്നും അങ്ങനെയാണ്. കപ്പലാകെ മുങ്ങുമ്പോൾ, ആരും അതിജീവിക്കാനാകാതെ ആടി ഉലയുമ്പോൾ ഒരറ്റത്ത് എല്ലാത്തിനും സാക്ഷിയായി അയാൾ അങ്ങനെ നിൽക്കും. മുങ്ങിയ കപ്പലിൻ്റെ നായകത്വം അയാൾ ഒറ്റക്കങ്ങ് ഏറ്റെടുക്കും. എതിരാളികളെയോ സമ്മർദ്ദത്തെയോ ഭയക്കാതെ അവശേഷിക്കുന്നവരെയും കൂട്ടി അയാൾ ഒരു മിഷൻ തുടങ്ങും. അമാനുഷികമെന്ന് കരുതിയ എത്രയോ ലക്ഷ്യങ്ങളിലേക്ക് ഇന്ത്യ കയറിയത് അയാളുടെ ആ ചെങ്കുറപ്പിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡോറിലും അയാൾ ക്രീസിൽ നിൽക്കുന്നിടത്തോളം സമയം ആരും പ്രതീക്ഷ കൈവിട്ടിട്ടേയില്ലായിരുന്നു. പക്ഷേ വിജയത്തിലേക്ക് 45 റൺസ് അകലെ ടൈമിംഗ് തെറ്റിയൊരു ഷോട്ടിൽ ഡാരിൽ മിച്ചലിന് പിടികൊടുത്ത് ഇക്കുറി അയാൾ തിരിഞ്ഞു നടന്നു. ദിസ് കുഡ് ബി ദ മാച്ച് ഫോർ ന്യൂസിലാൻഡ് ആൻഡ് ദി സീരീസ്. കോഹ്ലിയുടെ പാളി ഷോട്ട് വായുലിയർന്നപ്പോൾ രവിശാസ്ത്രിയുടെ കമൻ്ററി ഇങ്ങനെയായിരുന്നു: ഒരുപക്ഷേ മത്സരം വിജയിച്ചിരുന്നുവെങ്കിൽ തലമുറകളോളം ഓർത്തുവെക്കപ്പെടുന്ന ഒന്നായി മാറാനുള്ള എല്ലാ എലമെൻറ്റുകളും കോഹ്ലിയുടെ ഈ ഇന്നിങ്സിനുണ്ടായിരുന്നു. പക്ഷേ തോറ്റതോടെ ഈ 124 റൺസ് കോഹ്ലിയുടെ അനേകം സെഞ്ചുറികളിൽ ഒന്ന് മാത്രമായി മാറി. 4-ാം ഓവറിൽ രോഹിത് ശർമ്മ മടങ്ങിയതിന് പിന്നാലെയാണ് കോഹ്ലി ക്രീസിലേക്ക് വരുന്നത്. അപ്രതീക്ഷിതമായി 300 കടന്ന് ന്യൂസിലാൻഡ് മുന്നേറിയ മത്സരത്തിൽ ഇന്ത്യക്ക് ഇനി എന്തെങ്കിലും ചാൻസ് ബാക്കിയുണ്ടെങ്കിൽ അതിന് 3-ാം നമ്പറിൽ ഇറങ്ങുന്ന കോഹ്ലി തന്നെ വേണമെന്ന് എല്ലാവർക്കും അറിയാം. കോഹ്ലിയുടെ അരങ്ങേറ്റം 18-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഏകദിനത്തിൽ ഇന്നും ടീമിൻ്റെ പ്രതീക്ഷകൾ ആ ചുമലിൽ തന്നെയാണ്. പ്രത്യേകിച്ചും ചേസിങ്ങിലോ സമ്മർദ്ദഘട്ടത്തിലോ അയാളേക്കാൾ വിശ്വാസമർപ്പിക്കാവുന്ന ഒരാൾ ഇനിയും ഇന്ത്യൻ കുപ്പായത്തിൽ പിറവിയെടുത്തിട്ടില്ല. ഒരു വേള പ്രായം കോഹ്ലിയുടെ ടൈമിങ്ങിനെ ബാധിക്കുന്നു എന്ന നിലയിൽ നിന്നും അവിശ്വസനീയമായ കംബാക്കാണ് കോഹ്ലി പോയ കുറച്ച് മത്സരങ്ങളായി നടത്തുന്നത്. പല ഇന്നിങ്സുകളിലും ഷോട്ടുകളിലും പ്രൈം കോഹ്ലിയെ തന്നെ കാണാം. അതിലേറെ കോഹ്ലിയുടെ ഇന്ത്യനും പ്രധാനമാണ്. മികച്ച സ്ട്രൈക്ക് റേറ്റിലാണ് കോഹ്ലി റൺസ് അടിച്ചു കൂട്ടുന്നത് എന്നത് കൂടുതൽ മനോഹരമാകുന്നു. 5 റൺസിന് 2 വിക്കറ്റും 58 റൺസിന് 3 വിക്കറ്റും വീണ ശേഷം അവിശ്വസനീയമായാണ് ന്യൂസിലാൻഡ് മത്സരത്തിലേക്ക് മടങ്ങി വന്നത്. ഡാരി മിച്ചൽ ഇന്ത്യൻ മർദ്ദകൻ എന്ന പേര് ഒരിക്കൽ കൂടി അനർത്ഥമാക്കിയപ്പോൾ അണ്ടർ റേറ്റഡ് ബാറ്റർ എന്ന പേര് ഗ്ലെൻ ഫിലിപ്സും ഊട്ടിയുറപ്പിച്ചു. ഏകദിന ക്രിക്കറ്റിൻ്റെ താളത്തിനും പേസിനുമുള്ള ഒരു പെർഫെക്റ്റ് ഷൂട്ടാണ് ഡാരി മിച്ചൽ എന്ന് പറയാതെ വയ്യ. കൂടാതെ ഇന്ത്യൻ പിച്ചുകളെയും സ്പിൻ ബോളിങ്ങിനെയും കൃത്യമായി അളന്നെടുക്കാനും മിച്ചലിനറിയാം. ക്രീസിൻ്റെ ഡെപ്ത് ഉപയോഗപ്പെടുത്താനും സ്പിൻ ലെഗ്ത് ആദ്യമേ പിടിച്ചെടുക്കാനും അയാൾക്കാകുന്നു. 4-ാം നമ്പറിലെത്തുന്ന ഒരു ബാറ്റർക്ക് ഇന്ത്യൻ പിച്ചുകളെ ജയിക്കാൻ സ്പിന്നിനെ മനോഹരമായി കളിച്ചാൽ മാത്രം മതി. മിച്ചലിൻ്റെ ഫോമിനൊപ്പം ഫിലിപ്സിൻ്റെ കാമിയോ കൂടി ആയതോടെ ന്യൂസിലാൻഡ് റൺമല തന്നെ തൊട്ടു. മിച്ചലിനും ഫിലിപ്സിനും ഇന്ത്യൻ ബാറ്റർമാർ എന്ത് മറുപടി കൊടുക്കും എന്നതായിരുന്നു പിന്നീട് അറിയാനുണ്ടായിരുന്നത്. ആദ്യ ബോളിൽ ബൗണ്ടറി അടിച്ചു തുടങ്ങിയ രോഹിതിൻ്റെ കാമിയോ അതേ വേഗത്തിൽ അവസാനിച്ചു. പിന്നാലെ ക്രീസിലെത്തിയ കോഹ്ലി ഫോക്സിനെ 6 അടിച്ച് താൻ ഫോമിലാണെന്ന സൂചന നൽകി. വൈകാതെ മികച്ച ടച്ചിലാണെന്ന് തോന്നിച്ച ശേഷം ജാമിസണിൻ്റെ പന്തിൽ ക്ലീൻ ബൗൾഡായി ഗില്ലും മടങ്ങി. വിക്കറ്റ് പോകാതെ നോക്കണം, എന്നാൽ റൺ റേറ്റ് അധികം ഇടിയാനും പാടില്ല. കോഹ്ലിയുടെ മേലിലുണ്ടായിരുന്നത് വലിയ ഉത്തരവാദിത്തമായിരുന്നു. പക്ഷേ അവിടെ വെച്ച് കോഹ്ലി എന്ന ചേസ് മാസ്റ്റർക്ക് ചിറകുകൾ മുളക്കുകയാണ്. 8-ാം ഓവറിൽ ഫോക്സിനെതിരെ പറത്തിയ ബൗണ്ടറിക്ക് വല്ലാത്ത മനോഹാരിതയായിരുന്നു. ഒരറ്റത്ത് മറ്റു ബാറ്റർമാർ ഫോം കണ്ടെത്താൻ പാടുപെടുന്ന നേരത്തും കോഹ്ലി താൻ ഫുൾ ഫ്ലോയിലാണെന്ന് തെളിയിച്ചു. പക്ഷേ ശ്രേയസും രാഹുലും അതിവേഗത്തിൽ മടങ്ങിയത് ഇന്ത്യയെ ഇനിയൊരു ഉയർപ്പിനും സാധ്യതയില്ലാത്ത വിധമുള്ള ഗർത്തത്തിലേക്ക് തള്ളിയിട്ടു. പക്ഷേ പിന്നീടെത്തിയ നിതീഷ് കുമാർ റെഡ്ഡി അപ്രതീക്ഷിതമായി ഫോമിലേക്ക് ഉയർന്നതോടെ ക്രീസിൽ പുതിയ പോർമുഖം രൂപപ്പെട്ടു. നിതീഷിനെ കൂട്ടുപിടിച്ച് കോഹ്ലി പ്രയാണം തുടങ്ങി. പക്ഷേ നിർണായകമായി 88 റൺസ് പാർട്ണർഷിപ്പിന് ശേഷം നിതീഷും മടങ്ങുന്നു. പിന്നീടെത്തിയ ജഡേജ ഏകദിന ക്രിക്കറ്റിൽ താൻ ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചാണ് മടങ്ങിയത്. കോഹ്ലിക്ക് ആര് പിന്തുണ കൊടുക്കുമെന്ന ചോദ്യം ഗാലറിയിൽ ഉയർന്ന നേരത്ത് അപ്രതീക്ഷിതമായി ഹർഷിത് റാണ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. മെല്ലത്തുടക്കത്തിന് ശേഷം ഹർഷിതിൻ്റെ ഷോട്ടുകൾ ഗാലറിയിലേക്ക് പറന്നിറങ്ങിയ നേരത്ത് ഇന്ത്യക്ക് വീണ്ടും പ്രതീക്ഷകളായി. മറുവശത്ത് കോഹ്ലിയാകട്ടെ കൃത്യമായ ടൈമിങ്ങിലൂടെയും മൈതാനത്തിൻ്റെ വിടവുകളിലൂടെയും റൺസ് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ 54-ാം ഏകദിന സെഞ്ചുറിക്കായി കോഹ്ലി ബാറ്റ് ഉയർത്തുമ്പോൾ ഗാലറി ഇളകി മറിയുകയായിരുന്നു. ഹർഷിതിൻ്റെ കാടൻ ഷോട്ടുകളും കോഹ്ലിയുടെ ക്ലാസും ചേർന്നതോടെ ഇന്ത്യ ഐതിഹാസികമായൊരു കംബാക്ക് നടത്തുകയാണെന്ന് തോന്നിച്ചു. പക്ഷേ 99 റൺസിൻ്റെ കൂട്ടുകെട്ടിന് ശേഷം ഹർഷിത് മടങ്ങിയതോടെ ആരവങ്ങളും നിലച്ചു. അവശേഷിക്കുന്ന ബോളർമാരെയും കൂട്ടി കോഹ്ലി ലക്ഷ്യം പൂർത്തിയാക്കുമോ എന്ന ചോദ്യം മാത്രമായിരുന്നു ബാക്കി. പക്ഷേ അത്ഭുതങ്ങൾ നൽകാതെ കോഹ്ലി മടങ്ങിയതോടെ വിധി തീരുമാനമായി. ഓസ്ട്രേലിയൻ മണ്ണിൽ തുടർച്ചയായി 2 ഡക്കുകളുമായി ഗാലറിയിലേക്ക് കൈവീശിപ്പോയ കോഹ്ലിയെ ഓർമ്മയില്ലേ?
ഇത് അയാളുടെ അന്ത്യമാണെന്ന് വരെ അന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു. തന്നെ ടീമിന് പുറത്താക്കണമെന്ന് വാദിക്കുന്നവർക്ക് ബലം പകരുന്ന പെർഫോമൻസ്. പക്ഷേ വിമർശകർക്ക് മുന്നിലേക്ക് സിഡ്നിയിൽ അവതരിച്ച കോഹ്ലി ആ റൺവേട്ട അവസാനിപ്പിച്ചിട്ടില്ല. അവസാനം കളിച്ച് 7 ഇന്നിങ്സുകളിൽ നിന്നും 3 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും കുറിച്ച കോഹ്ലി കരിയർ പീക്കിനെ ഓർമ്മിപ്പിക്കുന്ന പെർഫോമൻസാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ഏകദിനത്തിലെ 1-ാം റാങ്ക് ഡാരി മിച്ചലിനെ എളുപ്പമെടുക്കാനാകില്ല എന്ന സ്റ്റേറ്റ്മെൻറ്റും നൽകുന്നു. ഈ പ്രയാണത്തിനു മുന്നിൽ സച്ചിൻ്റെ 100 സെഞ്ചുറി മുട്ടുകുത്തിയാൽ അത്ഭുതപ്പെടാൻ ഒന്നുമില്ല.